നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 99ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്തയായ എഴുത്തുകാരി മാധവിക്കുട്ടി എന്ന കമലാദാസ് എന്ന കമലാസുരയ്യയെക്കുറിച്ചിട്ടാണ്. 32 വർഷങ്ങൾക്ക് മുൻപ് ഉള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവർ അന്ന് തിരുവനന്തപുരത്ത് നന്തൻകോട് താമസിക്കുമ്പോഴാണ് ഞാൻ പലതവണ അവരെ കാണുന്നത്. അതിന് മുന്നേ ആദ്യമായി കാണുന്നത് പഴയ VJT ഹാളിൽ നടന്നൊരു സമ്മേളനത്തിൽ ഗുപ്തം നായരും മറ്റും പങ്കെടുത്ത ഒരു ചടങ്ങിൽ പ്രസംഗപീഠത്തിൽ നീല സാരിയിൽ മൂടിപ്പുതച്ച് നിന്ന് പ്രസംഗിക്കുന്ന ശ്രീമതി കമലാദാസിനെയാണ് ആദ്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക. മലയാള സാഹിത്യത്തിലെ അദ്വിതീയ സ്ഥാനമുള്ള ഒരു കവയത്രി. അവരെക്കുറിച്ച് എങ്ങനെയാണ് പറയുക എന്നെനിക്കറിയില്ല. ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു വലിയ എഴുത്തുകാരി. അവർക്ക് രാഷ്ട്രം ഒരു പത്മവിഭൂഷണെങ്കിലും കൊടുക്കണമായിരുന്നു എന്നതാണ് എൻ്റെ പക്ഷം. നോബൽ സമ്മാനത്തിന് നോമിനേഷൻ ലഭിച്ച ഒരു വലിയ എഴുത്തുകാരി. രസകരമായ കുറച്ച് ഓർമ്മകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കവിതയെഴുത്തും നോവലെഴുത്തും ചെറുതെഴുത്തും അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ എഴുതപ്പെട്ടുകൊണ്ടിരുന്ന കാലത്ത് ഈ ശങ്കജം എന്നുള്ള നോവലിന് ഒരു ആമുഖം എഴുതണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഈ ശങ്കജം എന്നുള്ള നോവലും കൊണ്ട് മലയാള സാഹിത്യത്തിലെ കുറഞ്ഞതൊരു 10-30 പേരെയെങ്കിലും കണ്ടു കാണും. എന്തോ വിധി വൈപരീത്യമെന്നോ എന്താണെന്നറിയില്ല, അതിന് പലരും ആമുഖമോ അവതാരികയോ എഴുതി തന്നില്ല. UA ഖാദർ എന്ന നോവലിസ്റ്റും സലീം ഗോപിനാഥ് എന്ന ഇംഗ്ലീഷിൽ കവിതകൾ എഴുതുന്ന എഴുത്തുകാരനും ആണ് അതിൽ ചിലവ കുറിക്കപ്പെട്ടത് എന്ന് ഞാൻ ഇത്തരണത്തിൽ പറയട്ടെ. അപ്പോൾ ഞാനെന്നും നന്തൻകോട്ടെ വീട്ടിൽ പോകുന്നത്, മുമ്പൊരിക്കൽ ഞാൻ വേറെ ശ്രീമതി ബാലാമണിയമ്മയെ കവിയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാനിത് സൂചിപ്പിച്ചിട്ടുണ്ട്. തമ്പാനൂരിൽ നിന്നും നന്തൻകോട് വരെ ഏകദേശം 8-10 കിലോമീറ്റർ ഉണ്ട്. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന സോമൻ എന്ന് പറയുന്ന ആൾ, കോഴിക്കോടുള്ള സോമൻ എന്ന് പറയുന്ന ആൾ പ്രസ്സിലാണ് ജോലി, ഗവൺമെൻറ് പ്രസ്സിൽ ജോലിയാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന സമയത്ത് ആ സൈക്കിളും എടുത്താണ് ഞാൻ ചവിട്ടി നന്തൻകോട് ചെല്ലുന്നത്. 2-2:30 ഈ സൈക്കിൾ മടക്കി കൊടുക്കണം, എങ്കിലേ അദ്ദേഹത്തിന് ഡ്യൂട്ടിക്ക് പോകാൻ കഴിയുള്ളൂ. സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഉച്ച സമയത്താണ് ചെല്ലുന്നത്. ഒരു ദിവസം ഉച്ചയ്ക്ക് അവിടെ ചെന്നപ്പോൾ ശ്രീമതി മാധവിക്കുട്ടിയുടെ ഭർത്താവ് ശ്രീദാസ് പടിവാതിൽക്കൽ വന്നിട്ട് പറഞ്ഞു, എന്നും നിങ്ങൾ ഉച്ചയ്ക്കാണോ വരുന്നത്? ഈ ഊണ് കഴിക്കുന്ന സമയത്താണോ നിങ്ങൾക്ക് വരാൻ കണ്ട സമയം? എന്നിലെ ഞാൻ ഉണർന്നു. പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് പറയുന്ന അവസരത്തിൽ കവയത്രി ബാലാമണിയമ്മ തൊഴുകൈയോടുകൂടി വെള്ളയിൽ നീല കരയുള്ള മുണ്ടും നെരിയതും ഉടുത്ത് നീല ബ്ലൗസും ധരിച്ച് ആ ഹാളിൽ കണ്ണടിയും വെച്ച് നിന്ന് തൊഴുകൈയോടെ ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും പറയരുതേ എന്നുള്ള മട്ടിൽ. ആ ദൈന്യതയാർന്ന മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്.
ഞാൻ പറഞ്ഞു, സാർ, കാറും ഓട്ടോറിക്ഷയിൽ നിന്ന് പിടിച്ചു വരാനുള്ള സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ല. ഒരാൾ ജോലി കഴിഞ്ഞ് തിരികെ പോകുന്നത് 2:30 മണിക്കാണ്. ആ സമയത്താണ് ഈ സൈക്കിൾ കിട്ടുക. അപ്പോൾ ഈ സൈക്കിൾ ആഞ്ഞ് ചവിട്ടി ഈ തിരക്കിലൂടെ 8 കിലോമീറ്റർ തമ്പാനൂരിൽ നിന്നും ഇവിടം വരെ ചവിട്ടി വിയർത്ത് കുളിച്ച് വന്നത് ചോറുണ്ണാനും കാശ് കടം ചോദിക്കാനുമല്ല. ഒന്ന് സാറിൻ്റെ സഹധർമ്മിണിയെ ഒന്ന് കണ്ട് സംസാരിക്കണം, എൻ്റെ ഒരു പുസ്തകത്തിന് ആമുഖം എഴുതുന്ന കാര്യത്തിലേക്കാണ്, അല്ലാതെ ചോറുണ്ണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്രോധവും ആ ഭാവവുമെല്ലാം മാറി. അദ്ദേഹം എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അകത്തേക്ക് കടന്നുപോയി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചാരനിറമുള്ള സാരി ഉടുത്ത് മൂടി പുതച്ച് അതിന് യോജിക്കുന്നൊരു ബ്ലൗസും ധരിച്ച് ശ്രീമതി മാധവിക്കുട്ടി ഇറങ്ങി വന്നു. എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു, അകത്തോട്ട് കയറിയാലല്ലേ വിശദമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. വരൂ. ഞാൻ അകത്തേക്ക് കയറി. ഞാൻ പറഞ്ഞു കയറ്റി ഊണ് കഴിച്ചിട്ട് വരണം, എന്നിട്ട് സംസാരിക്കാം. അത് കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു നോവലിന് ഒരു ആമുഖം എഴുതണം, അതിനു വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ എഴുതാനൊന്നും കഴിയില്ല, അതിനുള്ള മാനസികാവസ്ഥയൊന്നുമില്ല. ഇയാൾ പോകൂ, എനിക്കങ്ങനെ ഉണ്ടാവുന്ന അവസരത്തിൽ നിങ്ങളോട് പറയാം. ഞാൻ അങ്ങനെ അത് കേട്ടിട്ട് ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ നിന്നപ്പോൾ ബാലാമണിയമ്മ എന്നെ വിളിച്ചു, മോനെ ഇങ്ങ് വാ, വരൂ, നമുക്ക് സംസാരിക്കാം. അവർ ഊണ് കഴിക്കട്ടെ. അങ്ങനെ ബാലാമണിയമ്മയുമായി സംസാരിക്കുന്നു. നിരവധി തവണ ഞാൻ അവിടെ പോകുന്നു. ബാലാമണിയമ്മയെയും കാണുന്നു, മാധവക്കുട്ടിയെയും കാണുന്നു. അങ്ങനെ ഒരു 6-7 തവണ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു തവണ എന്നെ അടുക്കളയ്ക്ക് വിളിച്ചു. ഇയാൾ ഈ എഴുത്തുമായിട്ടാണോ നടക്കുന്നത്? വേറെ ജോലിയൊന്നുമില്ലേ? ഇതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ വീട്ടിനുള്ളിൽ നടുത്തളത്തിൽ എൻ്റെ ഓർമ്മ എങ്ങനെയാണ്? പുറത്തുനിന്നും അടിക്കുന്ന വെയിൽ ആ നടുക്കൊരു അങ്കണം പോലെ ഉണ്ടെന്ന് ഓർമ്മ. അവിടെ കിടന്ന ഒരു കസേരയിൽ ഇരുന്നിട്ടാണ് എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ബാലാമണിയമ്മ കുറച്ച് ദേഷ്യഭാവത്തിൽ മാധവിക്കുട്ടിയോട് പറഞ്ഞു, വരുന്ന ആളിനെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞൂടെ എന്ന് ശബ്ദമുയർത്തി പറഞ്ഞപ്പോൾ അറിയാതെ കസേരയിലിരുന്ന ശ്രീമതി മാധവിക്കുട്ടി അഴിച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ വേറെ എന്തോ ചിന്തയിലായിരുന്നു, ഇരിക്കൂ. അവിടെ കിടന്ന വേറെ കസേരയിൽ ഞാൻ ഇരുന്നു. ഇരിക്കണോ നിൽക്കണോ എന്നുള്ള 2 ചിന്തയിലായിരുന്നു. കാരണം എൻ്റെ മുന്നിൽ ബാലാമണിയമ്മയും നിൽക്കുന്നു. അപ്പോൾ ഇത്രയും വലിയ ഒരു കവയത്രിയുടെ മുന്നിൽ അവർ നിൽക്കുകയും ഞാൻ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സുഖമുള്ളതായി എനിക്ക് തോന്നിയില്ല. അത് മനസ്സിലാക്കിയിട്ട് കവയത്രി പറഞ്ഞു, കുഴപ്പമില്ല മോനെ, ഞാനിവിടെ എപ്പോഴും ഇരിക്കുകയല്ലേ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് നല്ലതല്ലേ, പറഞ്ഞോളൂ. ബാലാമണിയമ്മയുടെ വാക്കുകൾ കേട്ട് മാധവിക്കുട്ടിക്ക് മനസ്സിലായി അല്പക്കൂടി നല്ല രീതിയിൽ സംസാരിക്കേണ്ടതാണ് എന്ന്. ഞാനിതാ വരുന്നു, അദ്ദേഹത്തിന് ഊണ് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ആ ഇടവേളകളിലാണ് ഞാൻ
ബാലാമണിയമ്മയോട് സംസാരിക്കുകയും അങ്ങനെ എൻ്റെ ഈ മരത്തിൽ ഇത്തിളില്ല എന്ന കവിതാ സമാഹാരത്തിന് അവതാരിക എഴുത്തരികയും നിരവധി കത്തുകൾ അവർ എനിക്ക് അയക്കുകയും ഞാനും അതിന് മറുപടി അയക്കുകയും എൻ്റെ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ട് അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ബാലാമണിയമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ 6-7 തവണ പോയിട്ട് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ സംസാരിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും അവരെ കാണുന്നത് ഞാൻ കൊച്ചിയിലെ വീട്ടിൽ വെച്ചിട്ടാണ്. അതിനു മുന്നേ അവരെക്കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് ഇതിൽ വിശദമായി ചേർത്തിട്ടുണ്ട്. എങ്കിലും വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ പറയാം. ലോകപ്രശസ്തയായ മലയാളി സാഹിത്യകാരി മാധവിക്കുട്ടി എന്ന കമലാസുരയ്യ 1934 മാർച്ച് 31 പുന്നയൂർക്കുളത്തുള്ള നാലപ്പാട്ട് തറവാട്ടിൽ ജനനം. 1984 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇവരുടെ നിരവധി സാഹിത്യ സൃഷ്ടികൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ കഥ എന്ന ആത്മകഥ ഇംഗ്ലീഷ് അടക്കം 15 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം, വരാർ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ നേടി. കെൻ്റ് അവാർഡ് ഉൾപ്പെടെ. പ്രശസ്ത കവയത്രി ബാലാമണിയമ്മ യുടെ മകളാണ്. 2009 മെയ് 31 പൂനെയിൽ വെച്ച് അവർ അന്തരിച്ചു. അവർ എനിക്കയച്ചൊരു കത്ത് മറ്റുള്ള കത്തുകളെക്കാട്ടിലും പ്രത്യേകതയുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 വാക്കാണെങ്കിലും അത് എനിക്കൊരു കിട്ടിയ ഒരു അവാർഡായി ഞാൻ ഇന്നും കരുതുന്നു. അതിന് കാരണം എൻ്റെ കഥ എന്നുള്ള ആ ഒരു പുസ്തകം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അവിടെ കാമത്തിൻ്റെയോ സെക്സിൻ്റെയോ അതിർവരമ്പൊന്നുമല്ല. ഭാവനയുടെ ലോകം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അത് ഞാൻ വായിച്ചിട്ട്. ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത് ബാന്ദ്രയിലെ കടൽ തീരത്തൂടെ, ബാന്ദ്രയിലെയോ ബോംബെയിലെ ഏതൊരു കടൽ തീരത്തിലൂടെ അവിടെ നടന്നു പോകുമ്പോൾ അവർക്ക് തോന്നുന്നതും അനുഭവവേദ്യവുമാകുന്നതുമായ കുറേ കാര്യങ്ങൾ അവർ വർണ്ണിച്ചിട്ടുണ്ട്. എന്തോ ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ എന്തൊരു ഭാവ തീവ്രതയാണ് ആ സൃഷ്ടിക്കുള്ളത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത്ര മഹത്തരമാണ് ആ സൃഷ്ടി. അതിൻ്റെ ചേതോഹരമായിട്ടുള്ള വാക്കുകൾ ഒരു എഴുത്തുകാരിക്ക് അല്ലെങ്കിൽ സാഹിത്യത്തെ പ്രണയിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലൊക്കെ എഴുതാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് തുടങ്ങുന്നു അതിൻ്റെ ആഖ്യാന രീതി, അവതരണ രീതി. അവരുടെ മലയാളം കവിതകളെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടം അവരുടെ ഇംഗ്ലീഷ് കവിതകളാണ്. ഇംഗ്ലീഷിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ആസ്വാദ്യ തലം നോക്കുമ്പോൾ മലയാളത്തിൽ എഴുതിയ കവിതകളെക്കാട്ടിലും സുന്ദരവും സുരഭിലവുമായ ചിന്തകളും പേറിയുള്ള നിരവധി ഇംഗ്ലീഷ് കവിതകൾ. എല്ലാം ഒന്നും വായിക്കാൻ കഴിയില്ലെങ്കിലും കുറേയൊക്കെ വായിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ആസ്വാദന തലം ഓരോ തരത്തിലാണല്ലോ. പിന്നീട് ഞാൻ ഈ ശങ്കജൻ നോവലിന് അവതാരിക എഴുതരാൻ വേണ്ടി ഞാൻ കൊച്ചിയിലെ അവരുടെ വീട്ടിൽ ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ കണ്ണിന് കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് എഴുതാൻ കഴിയില്ല, ഈ കൈയെഴുത്ത് പ്രതി കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് വിഷമവും സങ്കടവും വന്നു.
തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം വരെ എത്തി പല ആവർത്തി പറഞ്ഞു ഒരു 4 വരിയെങ്കിലും കുറിച്ച് തരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ അവിടെ പോയത്. സത്യത്തിൽ അന്ന് അവർക്ക് തീരെ വയ്യായിരുന്നു, എഴുതാനൊന്നും വയ്യാത്ത ഒരവസ്ഥ. പേന പിടിച്ച് ഒരു ഓട്ടോഗ്രാഫിൽ ഒപ്പിടാൻ പോലും കഴിയാത്തത്ര രീതിയിൽ അവശയായി എനിക്ക് തോന്നി. കിടപ്പുമുറിയിൽ നിന്നും എന്നെ കാണാൻ സ്വീകരണ മുറിയിൽ വന്നപ്പോൾ കൂടെ വേറെ സ്ത്രീയും ഉണ്ടായിരുന്നു. അമ്മയ്ക്കിപ്പോൾ തീരെ എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പുസ്തക കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നും തപ്പി നോക്കിയിട്ട് കിട്ടാഞ്ഞ് പറഞ്ഞു. അത് മടക്കി അയക്കാനുള്ള സ്റ്റാമ്പും കവറും എല്ലാം ഉൾപ്പെടെയാണ് ഞാൻ അയച്ചിരുന്നത്. ഞാനത് അയച്ചു തരാം, കുഞ്ഞെന്നോട് ക്ഷമിക്കൂ, എനിക്ക് കഴിയുന്നില്ല. അതാണ് ആ പറച്ചിലിൽ, ആ നോട്ടത്തിൽ ആദ്യകാലത്ത് നന്തൻകോട്ടെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ കണ്ട ആ ശൗര്യവും ആ ഭാവവും ആ നോട്ടവും അഭ്രപാളികളിൽ പതിഞ്ഞ പോലെ മനസ്സിൽ നിന്നും മായുന്നേയില്ല. അതിൽ നിന്നും എത്രയോ വർഷങ്ങൾക്ക് ഇപ്പുറം അവരെ കാണുമ്പോൾ ശരിക്കും എൻ്റെ മനസ്സ് വിങ്ങി എന്നുള്ളതാണ്. ജഗദീശ്വരൻ അവർക്ക് കൂടുതൽ ആയുസ്സും ആരോഗ്യവും മനസ്സുഖവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 1.5 മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ അവർ എൻ്റെ തോളിൽ തട്ടി, കുഞ്ഞെ, എഴുതിത്തരണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ അമ്മ നിങ്ങളുടെ കവിതയ്ക്ക് അവതാരിക എഴുതിയത് ഞാൻ മറന്നിട്ടില്ല. എനിക്കും എഴുതിത്തരണം എന്നുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത്, ഞാൻ ചിന്തിക്കുന്നിടത്ത് എൻ്റെ വിരലുകൾ അനങ്ങുന്നില്ല എഴുതാൻ. എന്നോട് ക്ഷമിക്കുമല്ലോ കുഞ്ഞ്, താൻ ഒരു നല്ല എഴുത്തുകാരനായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കും, നിങ്ങൾ നല്ലൊരു എഴുത്തുകാരനാവും. ഈ ശങ്കജം എന്ന നോവൽ തന്നെ നിങ്ങൾക്ക് കീർത്തി ഉണ്ടാക്കിത്തരും. കാരണം അന്നു മുതൽ ഇന്ന് വരെ നിങ്ങളുടെ പ്രയത്നങ്ങൾ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ വിയർത്ത് കുളിച്ച് സൈക്കിളിൽ അവിടെ എന്നെ കാണാൻ എത്രയോ വട്ടം വന്നതുമെല്ലാം അന്ന് എന്നിലെ എന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു അവസ്ഥയായിരുന്നു. അന്ന് പലവിധ പ്രശ്നങ്ങൾ, ചിന്തകൾ എല്ലാം. അന്ന് വേണമെങ്കിൽ എഴുതി തരാമായിരുന്നു. ഇന്ന് എഴുതിത്തരാം എന്ന് കരുതുമ്പോൾ കഴിയുന്നില്ല. അതാണ് ജീവിതം. അതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത്. ഞാൻ തൊഴുകൈയോടെ അവിടുന്ന് ഇറങ്ങി. അപ്പോഴും ആ വാതിൽക്കൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീമതി മാധവിക്കുട്ടിയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും. അവർ എഴുതിയൊരു കത്ത് 2 വാക്കാണെങ്കിലും അത് എനിക്ക് കിട്ടിയ ഒരു വലിയ അവാർഡായി ഞാനിന്നും വിലമതിക്കുന്നു. അത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. കൊച്ചി 20/4/1999. കമലാദാസ് ബ്രാക്കറ്റിൽ കമലാ സുരയ്യ. പ്രിയപ്പെട്ട മഹേശ്വർ, എനിക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പുസ്തകത്തിന് അവതാരിക എഴുതുവാൻ വയ്യ. അയച്ച കടലാസുകൾ മടക്കിയെടുക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ 100-ലധികം പുസ്തകങ്ങൾ കയ്യെഴുത്ത ബ്രാക്കറ്റ് ക്ലോസ് വന്ന് കിടക്കുന്നുണ്ട്. സൂക്ഷിക്കുവാൻ സ്ഥലം കമ്മിയാണ്. കമലാദാസ്. കൃതി ശങ്കരം.
സൂക്ഷിക്കാൻ സ്ഥലം കമ്മിയാണ്. അതാണ് എൻ്റെ മനസ്സിൽ നീറ്റലായി കിടക്കുന്നത്. 8 വർഷത്തെ രാവും പകലുമില്ലാതെയുള്ള ഉറക്ക വിളയ്ക്കലിൻ്റെ ഫലമായി എഴുതിയ സൃഷ്ടിയാണ് ശങ്കജം, വലിയ മുത്ത് എന്നുള്ള ഈ സൃഷ്ടി. അതിന് നിരവധി പേരെ സമീപിച്ചെങ്കിലും പലരും ഓരോ കത്തുകളൊക്കെ അയച്ചു. എങ്കിലും ഈ കത്ത് അവിസ്മരണീയമായ ഒന്നാണ്. കാരണം ലോകോത്തര നിലവാരത്തിൽ എഴുതുകയും ലോകോത്തര നിലവാരത്തിൽ ചിന്തിക്കുകയും ലോകം മുഴുവൻ ആദരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ എഴുത്തുകാരിയുടെ വാക്കുകൾ, അത് എനിക്കൊരു നിധി കിട്ടിയ മാതിരിയാണ്. ഇന്നും വളരെ ബഹുമാനത്തോടെയും വളരെ ആദരവോടുകൂടിയും എൻ്റെ മനസ്സിൽ സാഹിത്യകാരന്മാരെക്കുറിച്ചും സാഹിത്യകാരികളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഓടിയെത്തുന്നത് അവരുടെ രചനകളാണ്. കാലത്തിൻ്റെ ഒഴുക്കിൽ അവരും കടന്നുപോയി. എങ്കിലും എൻ്റെ സാഹിത്യ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നേരിൽ അവരെ കാണാനും സംസാരിക്കാനും സംവേദിക്കാനും നിരവധി തവണ കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. അവരുടെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ടും അവരെ ഓർക്കാത്ത ഒരാളെങ്കിലും ഈ ഭൂവിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അവരുടെ രചനകൾ അത്ര മികവുറ്റതാണ് എന്നാണ് എൻ്റെ പക്ഷം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.